അത് വേറൊരാൾ ഭയങ്കരമായിട്ട് പുറത്ത് വോട്ട് പിടിക്കുന്നു, ഇതിനൊക്കെ OTP ഒക്കെ മേടിച്ച് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ്. അതേപോലെ തന്നെ ഇതിപ്പോൾ നാട്ടുകാർ മുഴുവനും ഇറങ്ങിയിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാര്യം പല പല ആൾക്കാർക്ക് ഇതൊന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാലും നല്ല സൂപ്പർ ആവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിനകത്തൊരു വോയിസ് കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ആ വോയിസിനകത്ത് പറയുന്ന കാര്യം ഏത് മാർഗത്തിലായാലും നമുക്ക് വോട്ട് പിടിക്കണം എന്നാണ്. ഇതെല്ലാം ഒന്ന് കേൾക്കാം. സുഹൃത്തുക്കളെ, വോട്ട് ചെയ്തെന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ ചെയ്യേണ്ടത് മാർഗം ഏതായാലും ലക്ഷ്യം നന്നായാൽ മതി, ലക്ഷ്യം ഒന്നായാൽ മതി. എല്ലാവരും നോക്കുവേൻ, മാർഗം ഏതുമാകാം. ജാസ്മിൻ്റെ ആർമിക്കകത്ത് വന്നൊരു വോയിസാണ്. അതായത് മാർഗം ഏതുമാകാം, ലക്ഷ്യം മതി. അതായത് ഏത് മാർഗത്തിൽ നിങ്ങൾ വോട്ട് പിടിക്കുക, വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മാക്സിമം വോട്ടുകൾ പിടിക്കുക. ഭയങ്കര രീതിയിലുള്ള പരിപാടികളാണ് നടക്കുന്നത് വോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇത്രയും ആത്മാർത്ഥം നിങ്ങൾക്ക് അവിടെ കിട്ടും, നിങ്ങൾ തന്നെ പറ. ഈ വാഴയിലയുടെ കേസ് പറഞ്ഞപ്പം ഇന്നലെ ഗബ്രി, സായി, പിന്നെ സിജോ എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു. അന്നേരം ഈ ഗബ്രിയുടെ അടുത്ത് ഈ വാഴയിലയുടെ കേസ് സംസാരിക്കുന്നുണ്ട്. ഗബ്രി പക്ഷേ അതൊരു നൈസായിട്ട് അത് ആൻസർ പറഞ്ഞങ്ങ് വിട്ട്. എന്തായാലും ആ സംഭവം ഒന്ന് കേട്ട് നോക്കാം. പിന്നെ ഭയങ്കര ഔഷധമുള്ളൊരു പ്ലാന്റാണ്. മലയാളികളുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പൊ തമാശക്ക് നമ്മൾ എന്തൊക്കെ വിളിക്കും, അതിനൊക്കെ ആ ഒരു മൂഡിലല്ലേ കാണണ്ടേ. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ഞങ്ങൾ 4 പേരെയും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വേർഡ്സ് ഉപയോഗിച്ച് കളിയാക്കി വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ആ ഒരു മൂടി കണ്ടാൽ മതി. അകത്ത് നിന്ന് ജാസ്മിൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും പുറത്ത് നിന്ന് അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗബ്രിക്കാണ്. ഈ പറയുന്ന വാഴയുടെ കേസായാലും ഗബ്രി എല്ലാവരും വാഴയെന്ന് വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്തു പറയണ്ടേ, ഗബ്രിക്ക് സത്യം പറഞ്ഞാൽ ഗബ്രി ഇത് യൂസ്ഡ് ആയെന്ന് തോന്നുന്നു. കേട്ട് ഗബ്രിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാൻ മറുപടിയില്ല. എന്നിട്ട് ഗബ്രി അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, ജാസ്മിൻ്റെ അടുത്ത് അകൽച്ച കാണിക്കുമെന്ന് ചോദിക്കുമ്പം ഗബ്രി പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം, അവിടെ ചെല്ലട്ട്, അത് നിങ്ങൾ നേരിട്ട് കാണുന്നതായിരിക്കും നല്ലതെന്ന്. കാര്യം എല്ലാവരുടെയും കൺഫ്യൂഷനാണ്. ഇനി ഗബ്രി അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് പുറത്തെ വിഷയങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കുമോ അതോ പഴയതുപോലെ ആവുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട്. എന്തായാലും അത് ഗബ്രി തന്നെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് കാണാം, വെയിറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ള രീതി. എന്തായാലും കൊള്ളാം. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.